നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ എന്ന പെൺ തടവറയെക്കുറിച്ചാണ്. ഒരു പെണ്ണിനെ അവളുടെ സ്വാതന്ത്ര്യത്തെ, അവളുടെ സ്വയം നിർണയാവകാശത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ഈ ആധുനിക കാലത്ത് പോലും സംസാരിക്കേണ്ടി വരിക എന്നുള്ളത് വലിയ സങ്കടകരമായ അവസ്ഥയാണ്. നമുക്കറിയാം, ചരിത്രപരമായി വികസിച്ചു വന്ന കുടുംബ മൂല്യവ്യവസ്ഥ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മതധാർമ്മിക കോഡുകൾ, മറ്റൊരു ഭാഗത്ത് വംശീയ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ശക്തിപ്പെടൽ. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് വേണം ഒരു പെണ്ണിന് തൻ്റെ സ്വാതന്ത്ര്യത്തെ നിർണയിക്കാൻ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ മൊണാലിസ ഭോസ്ലെ എന്ന പെൺകുട്ടിയും ഉത്തർപ്രദേശുകാരനായിട്ടുള്ള ഫർമാൻ ഖാൻ എന്നുള്ള യുവാവും കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. ആ വിവാഹം അവരുടെ വ്യക്തിപരമായ ചോയ്സ് മാത്രമാണ്. കുടുംബത്തിന് പോലും ആ ചോയ്സിനകത്ത് പങ്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഉദാഹരണമാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച ഈ രണ്ട് യുവതീ-യുവാക്കൾക്ക് അവരുടെ ആവശ്യത്തെ മുൻനിർത്തി പെൺകുട്ടിയുടെ അച്ഛനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ വിവാഹത്തിൽ പങ്കെടുക്കാതെ അതിനോട് വിയോജിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും അവർ വിവാഹിതരാകുകയും ചെയ്തത്. അതായത് അതൊരു ഭരണഘടനാപരമായ അവകാശമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് യുവാവിനും ഏത് യുവതിക്കും നൽകുന്ന ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശം നമ്മളെന്താണ്, ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ്. മാത്രമല്ല, കാലാകാലങ്ങളിൽ നമുക്കതിൽ ആവശ്യമായിട്ടുള്ള സമകാലിക മൂല്യ വ്യവഹാരങ്ങളിലൂടെ, രാഷ്ട്രീയ വ്യവഹാരങ്ങളിലൂടെ നമ്മൾ ആ ഭരണഘടനയെ പല രീതിയിൽ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹിതരാകുന്നത്. എന്നാൽ ഇപ്പോഴും നമ്മുടെ ഭരണഘടനാ അവകാശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരുടെ മനുവാദി നീതികൾക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ജിഹാദി നീതികൾക്കൊപ്പം ചരിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഈ മൊണാലിസ ഭോസ്ലെ എന്ന പെൺകുട്ടിയുടെ പിറകിലാണ്, അവളുടെ കുടുംബത്തിൻ്റെ പിറകിലാണ്. ലവ് ജിഹാദ് എന്ന് അലറി വിളിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പിറകിലാണ്. രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വരുന്ന രണ്ട് കുട്ടികൾ, രണ്ട് യുവാക്കൾ വിവാഹിതരായി എന്നുള്ളതാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര പുരോഗമന ഇന്ത്യയിലാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ സമൂഹം നമ്മൾ മുന്നോട്ട് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു, മാനവികവൽക്കരിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടി സമൂഹത്തിൽ ഈ പിന്നാക്ക മൂല്യങ്ങൾക്ക്, പഴഞ്ചൻ മൂല്യങ്ങൾക്ക് ഇപ്പോഴും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ള അപകടകരമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇവിടുന്ന് ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽ തേടി, വിദ്യാഭ്യാസം തേടി അന്യ രാജ്യങ്ങളിൽ പോകുന്നത്? അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ളത് വളരെ മോശമാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ജീവിത നിലവാരം, ഒരു വ്യക്തിയുടെ സ്വയം തെരഞ്ഞെടുപ്പുകൾക്കുള്ള അവകാശം, സ്വാതന്ത്ര്യബോധം, ഇതൊക്കെ ഇന്ത്യൻ സമൂഹം വില നൽകുന്നില്ല എന്നത് കാരണമാണ്. അതാണ് മെച്ചപ്പെട്ട സമൂഹത്തിൽ, മെച്ചപ്പെട്ട വികസിത സമ്പദ്ഘടനയിൽ പോയി ജീവിക്കണമെന്ന് യുവതീ-യുവാക്കൾക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പം ഈ വസ്തുതകളെ പലപ്പോഴും നമ്മൾ മറച്ചു വെക്കുന്നുണ്ട്. നമ്മൾ മറ്റു പല കാരണങ്ങളെ ഹൈലൈറ്റ് ചെയ്യുകയും യഥാർത്ഥ കാരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ്, എന്താണ് ഇവർ ചെയ്യുന്ന തെറ്റ്? ഇവരെന്താണ് ചെയ്ത തെറ്റ്?
ഈ യുവതി യുവാക്കൾ എന്താണ് ചെയ്തത്? ഇനി നിങ്ങൾക്ക് ലവ് ജിഹാദ് എന്നുള്ള ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ സംവിധാനങ്ങളിലൂടെ അത് ചോദ്യം ചെയ്യാലോ. അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. ലവ് ജിഹാദ് ആരോപണത്തെ മുൻനിർത്തി കോടതികൾ തന്നെ പല കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അതിലെല്ലാം കോടതി ചില സൊല്യൂഷനിലെത്തിയിട്ടുണ്ടല്ലോ. നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി പോലും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അവരിത്തരം കേസുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൺക്ലൂഷനിലെത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഇതിനെ ഒന്നും വിലവെക്കാതെ, നമ്മുടെ സംവിധാനങ്ങളെ, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ ഒന്നും വിലവെക്കാതെ ആൾക്കൂട്ട നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തിനാണ് ഈ ബഹളം? എന്തിനാണ് ആ യുവാക്കളുടെ പിന്നാലെ കൂടിയിട്ടുള്ളത്? ആരാണ് ഇതിൻ്റെ പിറകിൽ കളിക്കുന്നത്? ആരാണ് ഇതിൻ്റെ പ്രേരണ? രാജ്യത്തിലെ പൊതുസമൂഹം ഇതെന്താണ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? രാജ്യത്തിൻ്റെ പൗരസമൂഹം ഇതെന്താ കാണാത്തത്? ഈ അപകടകരമായ അവസ്ഥ എന്താണ് കാണാത്തത്? അപ്പം ഇതൊന്നും നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ജയിലറയാണ് അല്ലെങ്കിൽ തടങ്കലാണ്. അതിൻ്റെ വേറൊരു വശവും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം ചില മാനകങ്ങൾ അല്ലെങ്കിൽ ചില സൂചകങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇപ്പം നമുക്കറിയാം, കാർഷിക വൃത്തി സമൃദ്ധമായി നിലനിന്ന കാലയളവിൽ സ്ത്രീകളുടെ വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ് അല്ലെങ്കിൽ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്നുള്ളത് കൂടുതലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ രീതിയിലുണ്ടായിരുന്നു. കുടുംബം തന്നെ മൊത്തത്തിൽ കൃഷിയിടങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പങ്കാളിത്തം വലിയ രീതിയിലുണ്ടായിരുന്നു. എന്നാൽ കൃഷി ഒരു ആദായമുള്ള അല്ലെങ്കിൽ ലാഭമുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനം അല്ലാതെയായി മാറി വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കൃഷിഭൂമിയിൽ നിന്ന് ഇവരെല്ലാം പിൻവലിയുന്നുണ്ട്. അത് ഒരേ സമയം വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ സ്ത്രീകൾക്കെല്ലാം ആത്മാഭിമാനത്തോടെ ഉപജീവനം നടത്താനുള്ള തൊഴിൽ മേഖലകളുടെ തെരഞ്ഞെടുപ്പൊക്കെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പം മൊണാലിസ ഭോസ്ലെ എന്നുള്ള ഒരു പെൺകുട്ടി എന്തുകൊണ്ട് പ്രശസ്തയായി മാറിയെന്ന് നമുക്കറിയാം. കുംഭമേളയിലെ മാല വിൽപ്പനക്കാരിയെ എത്തിയ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യമാണ് ആ പെൺകുട്ടിയെ പ്രശസ്തയാക്കിയത്. അപ്പം ആ പ്രശസ്തി ഉപയോഗിക്കണമെന്ന് ഒരു പെൺകുട്ടിക്ക് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പം ആ കുടുംബം ഒരു വിവാഹം ആ പെൺകുട്ടിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ പെൺകുട്ടിയുടെ ഒരു ബന്ധുവുമായിട്ട്. അവൾ നാളെയും മാല വിൽപ്പനക്കാരിയായി തുടരും. അത് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ നിരക്ഷരയായ പെൺകുട്ടി ഇനിയും മാല വിൽപ്പനക്കാരിയായി തുടരണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതോ അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഗ്ലാമറസ് മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് അവൾ വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫർമാൻ ഖാൻ എന്നുള്ള യുവാവ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, മോഡലിംഗായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാൻ കഴിയും എന്ന വിശ്വാസം അവൾക്കുള്ളത് കൊണ്ടാണ് അവൾ ഈ വിവാഹത്തിന് തയ്യാറായി. എന്തുകൊണ്ടാണ് ഇത്തരം ഘടകങ്ങൾ നിങ്ങൾ പരിഗണിക്കാത്തത്? നമുക്ക് പരിഗണിക്കാൻ കഴിയാത്തത് അതാണ് ഈ സങ്കുചിത മതവംശീയ വാദം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യവഹാരങ്ങളെ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറകോട്ട് അല്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വസ്തുത ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെല്ലാം ഒന്നിനും കൊള്ളാത്തവരായിട്ട് നാളെ മാറും. നമ്മുടെ സമൂഹം തന്നെ അവികസിതാവസ്ഥയിലേക്ക് തള്ളപ്പെടും. അതൊരു സാമ്പത്തിക സാമൂഹിക യാഥാർത്ഥ്യമാണ്. വംശീയവാദികളുടെ ഇത്തരം മൂന്നാംകിട പ്രചരണങ്ങൾക്ക് മുന്നിൽ നമ്മൾ തലകുനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എന്ത് ചെയ്യും? അങ്ങേയറ്റം പ്രതിലോമകരമായ ഒന്നായിട്ട് മാറും. അതിൻ്റെ ഗതിവേഗം എന്നുള്ളത് പിന്നാക്കമായിട്ട് മാറും. അപ്പം ഇതിനൊക്കെ നിർലജ്ജം സാക്ഷിയാകേണ്ട അവസ്ഥയിൽ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മളിതിനെ പ്രതികരിക്കണം, അവരോട് ഐക്യപ്പെടണം, ഇത്തരം ആൾക്കാരോട് ഐക്യപ്പെടണം. ഇത്തരം പ്രണയവിവാഹത്തിനൊക്കെ മതാതീതമായ പ്രണയവിവാഹത്തിനൊക്കെ തയ്യാറാവുന്നവരോട് ഐക്യപ്പെടുകയാണ് നമ്മൾ വേണ്ടത്. സാമൂഹ്യ മൂല്യവ്യവസ്ഥയെ അപനിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.